നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബട്ടർഫ്ലൈ സ്റ്റിച്ച് ടൈപ്പ് 1 പഠിച്ചിരുന്നു. ഇന്ന് നമ്മൾ ടൈപ്പ് 2 ആണ് കേട്ടോ പഠിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് മെത്തേഡിൽ ചെയ്ത പോലെ തന്നെ പാരലലായിട്ട് 2 ലൈൻ വരച്ചു കൊടുക്കണം. 2 ലൈൻസും ഒരേ മെഷർമെൻ്റ് ആയിരിക്കണം. അതുകൊണ്ട് ഞാനിവിടെ 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പിലാണ് കേട്ടോ വരയ്ക്കുന്നത്. ഫസ്റ്റ് മെത്തേഡ് ചെയ്തപ്പോൾ നമ്മൾ 1 സെൻറ്റിമീറ്റർ വെച്ച് ലൈനിൽ മാർക്ക് ചെയ്ത് കൊടുത്തിരുന്നല്ലോ. ഇവിടെ അതിൻ്റെ ആവശ്യമില്ല, ഡയറക്റ്റ് നമുക്ക് ചെയ്യാം. ഇനി ഈ പാരലൽ ലൈൻസില്ലേ, ഈ പാരലൽ ലൈൻസിന് ഫസ്റ്റ് മെത്തേഡിൽ ചെയ്ത പോലെ തന്നെ ഔട്ട്ലൈൻ കൊടുക്കാം. ഔട്ട്ലൈൻ കൊടുക്കാതെ ഞാൻ ചെയ്ത് കാണിക്കാം കേട്ടോ. ഫസ്റ്റ് മെത്തേഡിൽ പറഞ്ഞ പോലെ തന്നെ ബിഗിനേഴ്സ് എപ്പോഴും ഔട്ട്ലൈൻ കൊടുത്തിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം നിങ്ങൾക്ക് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ പിന്നെ ഔട്ട്ലൈൻ കൊടുക്കാതെ വേണേലും ചെയ്യാം. ഇവിടെ ഞാൻ ത്രെഡ് ക്രീം കളറാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് വൈറ്റിൽ അതത്ര ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാത്തത്. സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഞാൻ സൂം ചെയ്ത് കാണിക്കാം. ഫസ്റ്റ് മെത്തേഡ് നമ്മൾ സ്ലാൻറ്റിങ് ആയിട്ടല്ലേ സ്റ്റിച്ച് ചെയ്തത്, പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്. ഞാനതിവിടെ ഡ്രോ ചെയ്ത് കാണിക്കാം. ഫസ്റ്റ് മെത്തേഡ് ഇതേപോലെ നമ്മൾ 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പിൽ ഇതേപോലെ സ്ലാൻറ്റിങ്ങിലായിരുന്നു സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റിച്ചസ് കഴിയുമ്പോൾ ഇതേപോലെ ബട്ടർഫ്ലൈ ഷേപ്പ് വരും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ നമ്മൾ നേരെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ടാണ് സ്റ്റിച്ച് വരുന്നത്. സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ബട്ടർഫ്ലൈ ഷേപ്പ് വീണ്ടും ടൈ ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ മനസ്സിലാവും കേട്ടോ. സ്റ്റിച്ച് ചെയ്യുന്നത് ഫസ്റ്റ് മെത്തേഡിൽ ചെയ്ത പോലെ തന്നെയാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഈ ഔട്ട്ലൈൻ കൊടുത്തിട്ടില്ലേ ചെയിൻ സ്റ്റിച്ചിൻ്റെ, ആ സ്റ്റിച്ചിന് ഉള്ളിലൊരു സ്റ്റിച്ച് പുറത്തൊരു സ്റ്റിച്ച്, മുകളിലും താഴെയും അതേപോലെ തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇവിടെ ഉള്ളിൽ നിന്ന് നീഡിൽ കുത്തി ത്രെഡ് എടുക്കുക, അതിനുശേഷം പുറത്ത് ഒരു ലോക്ക് സ്റ്റിച്ച്, വീണ്ടും മുകളിലേക്ക് പോയി ഉള്ളിലൊരു സ്റ്റിച്ച് പുറത്ത് ലോക്ക് സ്റ്റിച്ച്, വീണ്ടും താഴേക്ക് വരിക, ആ ചെയിനിന് ഉള്ളിലായിട്ടൊരു സ്റ്റിച്ച് പുറത്തൊരു സ്റ്റിച്ച്, വീണ്ടും മുകളിലേക്ക് പോവുക, ഉള്ളിലായിട്ടൊരു സ്റ്റിച്ച് പുറത്തൊരു സ്റ്റിച്ച്. ഫ്ലാറ്റ് ലോഡിങ് സ്റ്റിച്ച് ചെയ്തില്ലേ, സെയിം അതേപോലെ തന്നെയാണ് കേട്ടോ ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്നത്. ഫ്ലാറ്റ് ലോഡിങ് സ്റ്റിച്ച് ചെയ്ത് പ്രാക്ടീസ് ചെയ്തവർക്ക് ഈ ഒരു സ്റ്റിച്ച് ഈസി ആയിരിക്കും. കാരണം ഇവിടെ ബട്ടർഫ്ലൈ സ്റ്റിച്ചിൻ്റെ ബേസ് നമ്മൾ ഫ്ലാറ്റ് ലോഡിങ്ങിലാണ് ചെയ്യുന്നത്. സെയിം അതേപോലെ തന്നെ ഒട്ടും ഗ്യാപ്പില്ലാതെ, അതായത് താഴത്തെ ആ ഒരു തുണി കാണൽ അതേ രീതിയിൽ ഗ്യാപ്പില്ലാതെ നന്നായിട്ട് മുകളിലും താഴെയും ഒരു ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക, ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക. ഫ്ലാറ്റ് ലോഡിങ് സ്റ്റിച്ചിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലാസ് 40 റെഫർ ചെയ്താൽ മതി കേട്ടോ. ഞാൻ ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ആയിരിക്കും കൊടുക്കുന്നത്. ആ പ്ലേലിസ്റ്റിൽ പോയി ക്ലാസ് 40 റെഫർ ചെയ്താൽ മതി. ഫസ്റ്റ് മെത്തേഡിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ ഇവിടെയും ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ത്രെഡ് എപ്പോഴും ലൂസായിട്ട് തന്നെ പിടിക്കുക, ടൈറ്റായിട്ട് പിടിക്കരുത്. ടൈറ്റായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ക്ലോത്ത് ചുരുങ്ങിപ്പോവും. ത്രെഡ് ടൈറ്റായിട്ട് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ചുരുക്കം വരുന്നത് ഈ ഒരു നമ്മൾ ചെയിൻ സ്റ്റിച്ച് ഔട്ട്ലൈൻ കൊടുത്തേക്കുന്നതിൻ്റെ ഉൾവശമില്ലേ, ഈ ഒരു ഭാഗത്താണ് ചുരുക്കം വരുന്നത്. ഇവിടെ തുണി ചുരുങ്ങിപ്പോയാൽ ബട്ടർഫ്ലൈ ഷേപ്പ് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ആ ഉൾവശത്തെ ക്ലോത്ത് ചുരുങ്ങിയിരിക്കും. അതായത് ആ ഒരു ഡയമണ്ട് ഷേപ്പ് വരത്തില്ലേ, ആ ഡയമണ്ട് ഷേപ്പിൽ തുണി ചുരുങ്ങിയിരിക്കുന്നത് എടുത്ത് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ആകുമ്പം സ്റ്റിച്ച് കാണാൻ ഒരു ഫിനിഷിംഗ് ഉണ്ടായിരിക്കത്തില്ല. ഇവിടെ ഇപ്പം നമ്മൾ മുകളിലും താഴെയും വലിക്കുകയല്ലേ ചെയ്യുന്നത് ത്രെഡിനെ. അപ്പോൾ അതുകൊണ്ട് ത്രെഡ് എപ്പോഴും കുറച്ച് ലൂസായിട്ട് തന്നെ ചെയ്യണം കേട്ടോ. എന്ന് വെച്ചാൽ ഒരുപാട് ലൂസാകല്. ഒരുപാട് ലൂസായി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ സ്റ്റിച്ച് ഇങ്ങനെ മുകളിലേക്ക് ത്രെഡ് ഇരിക്കും. നമ്മുടെ യൂട്യൂബ് ക്ലാസ് റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുള്ളവർക്ക് ഈ ക്ലാസ് പ്രാക്ടീസ് ആയിട്ടുണ്ടാവും. അതെല്ലാം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ക്ലാസ് 40 റെഫർ ചെയ്താൽ മതി കേട്ടോ. അതെല്ലാം നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. വാട്സപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതാകുമ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് നമ്പർ സേവ് ചെയ്യാതെ മെസ്സേജ് ചെയ്യാൻ പറ്റും. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതാകുമ്പോൾ നിങ്ങൾക്ക് ഗ്രൂപ്പിലേക്ക് ഡയറക്റ്റ് വേണേലും ജോയിൻ ചെയ്യാം. നമ്മുടെ ലേറ്റസ്റ്റ് വീഡിയോസിൻ്റെ ലിങ്കും അതുപോലെ അപ്കമിങ് ബാച്ചസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതാണ്. ഫ്ലാറ്റ് ലോഡിങ്ങും ബട്ടർഫ്ലൈയും സ്റ്റിച്ച് മാത്രമേ ഇവിടെ ഒരേപോലെ വരുന്നുള്ളൂ കേട്ടോ. വിഡ്ത്തിൽ വ്യത്യാസം വരുന്നുണ്ട്. ഫ്ലാറ്റ് ലോഡിങ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇത്രയും വീതിയിൽ പാരലൽ ലൈൻസ് വരയ്ക്കത്തില്ല കേട്ടോ. വീതി എപ്പോഴും കുറവായിരിക്കും. പക്ഷേ ബട്ടർഫ്ലൈ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ചെറിയ വീതിയിൽ ചെയ്യാൻ പറ്റത്തില്ല. മിനിമം 1 സെൻറ്റിമീറ്റർ എങ്കിലും ഗ്യാപ്പ് ഉണ്ടായിരിക്കണം. ബട്ടർഫ്ലൈ സ്റ്റിച്ചിൽ വിഡ്ത്ത് കൂടിയാൽ മാത്രമേ നമുക്ക് ആ ഒരു ബട്ടർഫ്ലൈയുടെ ഷേപ്പ് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ കുറഞ്ഞ വീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ആ ഷേപ്പ് നമുക്ക് കിട്ടത്തില്ല. മിനിമം ഒരു 1/2 ഇഞ്ച് വിഡ്ത്തിൽ ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് നമുക്ക് ഷേപ്പ് കിട്ടും കേട്ടോ.
ഇവിടെ ഇപ്പോൾ നമ്മൾ വരച്ച പാരലൽ ലൈൻസ് ഫുള്ള് കംപ്ലീറ്റ് ആയി. ഇനി എൻഡിനോട്ട് കൊടുത്ത് ഫിനിഷ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ സ്ലാൻഡിങ് ആയിട്ടല്ലേ നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഈ സ്റ്റിച്ചസിനെ നമുക്ക് ബട്ടർഫ്ലൈ ഷേപ്പിലേക്ക് സ്റ്റിച്ച് ചെയ്യണം. അതിനായിട്ട് ആ സെൻറ്റർ ഈ മുകളിൽ നമ്മൾ ബട്ടർഫ്ലൈ ഷേപ്പ് ചെയ്തപ്പോൾ കണ്ടോ ഇങ്ങനെ ചേർന്നിരിക്കുന്നത്. അപ്പോൾ സെൻറ്റർ ഇതേപോലെ ഉൾവശത്തേക്ക് ചേർന്നിരിക്കണം. സൈഡ് രണ്ടും വിരിഞ്ഞു ഇരിക്കണം. അപ്പോൾ അതിന് നമുക്ക് ഈ നീഡിലിൻ്റെ ഹുക്ക് കൊണ്ട് ഇതേപോലെ സെൻറ്ററിനെ ഉൾവശത്തേക്കാക്കി സ്റ്റിച്ച് ചെയ്യണം. ത്രെഡ് ഇങ്ങനെ ഫ്ലെക്സിബിളായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഒരുപാട് ടൈറ്റ് ആക്കാതെ തന്നെ സ്റ്റിച്ച് ചെയ്യണമെന്ന് പറയുന്നത്. ബിഗിനേഴ്സിന് സെക്കൻഡ് മെത്തേഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് വരും. കാരണം ഇങ്ങനെ നമ്മൾ ബട്ടർഫ്ലൈ ഷേപ്പിലേക്ക് സ്റ്റിച്ച് ചെയ്യുന്നതാണ് കേട്ടോ കുറച്ച് പ്രയാസമുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. നീഡിലിൻ്റെ ഹുക്ക് കൊണ്ടാണ് നമ്മൾ ഈ ത്രെഡിനെ പിടിച്ച് ടൈറ്റായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ത്രെഡ് ചിലപ്പോൾ ആ നീഡിലിൽ കുരുങ്ങിയൊക്കെ ചെയ്യും. പക്ഷേ പ്രാക്ടീസ് കൊണ്ട് ഓക്കെ ആവും കേട്ടോ. ശ്രദ്ധിച്ച് പതുക്കെ ചെയ്താൽ മതി. ഒരുപാട് ധൃതി വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം ത്രെഡ് ഇങ്ങനെ ആ നീഡിലിൽ കുരുങ്ങും. അപ്പോൾ അതൊന്നും വരാതെ ശ്രദ്ധിച്ച് പതുക്കെ ചെയ്താൽ മതി. പിന്നെ ഇവിടെ നമ്മൾ വിഡ്ത്ത് 1 സെൻറ്റിമീറ്റർ അല്ലേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് 1 സെൻറ്റിമീറ്റർ നമുക്ക് മുകളിൽ ചെയ്ത പോലെ തന്നെ ബട്ടർഫ്ലൈയുടെ ലെങ്ത് എടുക്കണ്ട. നമ്മൾ അതിൻ്റെ പകുതി എടുത്താൽ മതി. കാരണം നമ്മൾ താഴെ 1 സെൻറ്റിമീറ്ററിൽ ബട്ടർഫ്ലൈ ഷേപ്പ് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ ആ സെൻറ്ററിലെ വീതി കുറച്ച് കൂടുതൽ വരും. അപ്പോൾ അത്രയും വീതി വേണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ ഒരു 1/2 സെൻറ്റിമീറ്റർ വെച്ച് വേണമെങ്കിൽ നമുക്ക് ബട്ടർഫ്ലൈ ഷേപ്പ് സ്റ്റിച്ച് ചെയ്താൽ മതി. ഫസ്റ്റ് ആ നീഡിലിൻ്റെ ഹുക്ക് കൊണ്ട് ഇതേപോലെ ത്രെഡിനെ ഉള്ളിലേക്കാക്കിയിട്ട് നമുക്ക് താഴേന്ന് ത്രെഡ് എടുക്കാം. ഞാനിവിടെ സെറി ത്രെഡാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സെറി ത്രെഡ് ഞാൻ മുകളിലേക്ക് എടുത്തു. കുറച്ചുകൂടെ സൂം ചെയ്ത് കാണിക്കാം. ഇനി നമുക്ക് എത്ര വീതിയിലാണോ ബട്ടർഫ്ലൈയുടെ ഷേപ്പ് വേണ്ടുന്നത് അത്രയും വീതിയിൽ കുറച്ച് ത്രെഡിനെ ഇതേപോലെ നീഡിൽ കൊണ്ടെടുത്ത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇതേപോലെ തന്നെ നമുക്ക് ആ സെൻറ്ററിലേക്ക് പിടിച്ചുകൊണ്ട് സ്റ്റിച്ച് ചെയ്യുക. ഫസ്റ്റ് എടുത്ത ചെയിനിനെ പിടിച്ചുകൊണ്ട് വേണം കേട്ടോ ഓപ്പോസിറ്റ് സൈഡിൽ ഇതേപോലെ ത്രെഡിനെ സെൻറ്ററിലേക്ക് കൊണ്ടുവന്ന് നീഡിൽ കുത്തി നമുക്ക് ത്രെഡിനെ മുകളിലേക്ക് എടുക്കുക. നിങ്ങൾക്ക് ഒരേപോലെ തന്നെ ബട്ടർഫ്ലൈയുടെ സ്റ്റിച്ചസ് വേണം എന്നുണ്ടെങ്കിൽ സ്കെയിൽ കൊണ്ടൊന്ന് 1/2 സെൻറ്റിമീറ്റർ വെച്ചോ വല്ലതും മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് വേണമെങ്കിൽ ചെയ്യാം. അതല്ലെങ്കിൽ കുറച്ച് ബഞ്ചസ് മാത്രം എടുത്ത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നൊന്നുമില്ല കേട്ടോ. കുറച്ച് വീതിയിൽ എടുത്തിട്ട് ഇതുപോലെ ത്രെഡിനെ സെൻറ്ററിൽ ഉള്ളിലേക്ക് എടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. ബട്ടർഫ്ലൈയെ ടൈ ചെയ്തിട്ട് സെൻറ്ററിലേക്ക് നമ്മൾ പിടിച്ച് ഒരു ചെയിൻ സ്റ്റിച്ച് കൊടുക്കുമല്ലോ. അതിനുശേഷം ഒരു ലോക്ക് സ്റ്റിച്ച് കൂടി കൊടുക്കണം കേട്ടോ. ലോക്ക് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും ഓപ്പോസിറ്റ് സൈഡിൽ ഇതേപോലെ ത്രെഡിനെ വീണ്ടും സെൻറ്ററിലേക്ക് പിടിച്ചുകൊണ്ട് സ്റ്റിച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് എത്ര വീതിയിലാണോ ബട്ടർഫ്ലൈ വേണ്ടുന്നത് അത്രയും ത്രെഡ് നമ്മൾ ഇതേപോലെ ബഞ്ചായിട്ട് എടുക്കുക. വീണ്ടും സെൻറ്ററിലേക്ക് പിടിച്ചുകൊണ്ട് ഒരു ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക. ചെയിൻ സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം തൊട്ടടുത്തായിട്ട് ലോക്ക് സ്റ്റിച്ചും കൊടുത്തിരിക്കണം. വീണ്ടും നെക്സ്റ്റ് ബട്ടർഫ്ലൈയെ സെൻറ്ററിലേക്ക് ഇതേപോലെ പിടിച്ച് ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക. ഓപ്പോസിറ്റ് സൈഡിലും അതേപോലെ ഉള്ളിലേക്ക് പിടിക്കുക. ഉള്ളിലേക്ക് പിടിച്ചുകൊണ്ട് ചെയിൻ സ്റ്റിച്ച് കൊടുത്ത് ലോക്ക് സ്റ്റിച്ചും കൊടുക്കുക. ചെയ്യാൻ ഈസിയാണ്. ബിഗിനേഴ്സ് ജസ്റ്റ് ത്രെഡ് കുരുങ്ങാതെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമുക്കത് പ്രാക്ടീസ് ചെയ്ത് ഓക്കെ ആവും കേട്ടോ. ആ ത്രെഡ് പിടിക്കുന്നതും എല്ലാം ഓക്കെ ആവും. ത്രെഡ് പിടിക്കുമ്പോഴും നമ്മൾ ഒരു ചെയിൻ കൊടുത്ത് ആ ഒരു ലോങ് ചെയിൻ കൊടുക്കത്തില്ലേ ആ ചെയിനിനെ ഫുള്ളായിട്ട് പിടിക്കണം കേട്ടോ. ലോങ് ചെയിൻ നമ്മൾ കൊടുക്കുന്നത് 2 ത്രെഡാണ് വരുന്നത്. ആ 2 ത്രെഡിൽ ഒരു ത്രെഡിനെ മാത്രം പിടിച്ചുകൊണ്ട് ഒരു ബട്ടർഫ്ലൈക്ക് സ്റ്റിച്ച് ചെയ്യൽ ആ 2 ത്രെഡിനെയും കൂടി പിടിച്ച് വേണം സ്റ്റിച്ച് ചെയ്യാൻ. പിന്നെ മുകളിൽ നമ്മൾ ഈ ത്രെഡ് വന്നിരിക്കുന്ന അതേപോലെ തന്നെയാണ് കേട്ടോ ക്ലോത്തിൻ്റെ അടിയിലും ത്രെഡ് വന്നിരിക്കുന്നത്. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് മുകളിലേക്ക് നമ്മൾ നീഡിലെടുക്കുമ്പോൾ താഴത്തെ ത്രെഡിൽ കുരുങ്ങാതെയും കൂടി ശ്രദ്ധിച്ചോണം. ക്ലോത്തിൻ്റെ അടിവശത്തും ഫ്ലാറ്റ് ലോഡിങ് മുകളിലെ പോലെ തന്നെയാണ് സ്റ്റിച്ച് വന്നിരിക്കുന്നത് കേട്ടോ. ഞാൻ അടിവശം കൂടി കാണിച്ചു തരാം. ഇപ്പോൾ ഈ സെൻറ്ററിൽ സ്റ്റിച്ച് ചെയ്ത മനസ്സിലായല്ലോ. ചെയിൻ സ്റ്റിച്ച്, ലോക്ക് സ്റ്റിച്ച് അത്രയേ ഉള്ളൂ. ഇനി ക്ലോത്തിൻ്റെ അടിവശം കൂടി കാണിക്കാം. ഇത് കണ്ടോ ഉൾവശത്തും ഫ്ലാറ്റ് ലോഡിങ് മോഡലിൽ തന്നെയാണ് സ്റ്റിച്ചസ് വരുന്നത്. അപ്പം നമ്മൾ നീഡിൽ കുത്തി ആ സെൻറ്ററിൽ സ്റ്റിച്ച് എടുക്കുന്ന സമയത്ത് ഈ ത്രെഡുകൾ നമ്മുടെ നീഡിലിൽ കുരുങ്ങാതെ നോക്കണം. കാരണം ഇപ്പോൾ ഈ സെൻറ്റർ ടൈറ്റായിട്ട് ഇങ്ങനെ സ്റ്റിച്ച് വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഫ്ലാറ്റ് ലോഡിങ്ങിൻ്റെ മുകൾ വശം എങ്ങനെ അതേപോലെ തന്നെ ലൂസായിട്ടല്ലേ ത്രെഡ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ കുരുങ്ങാതെ നോക്കണം എന്ന് പറഞ്ഞത്. കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത ഫസ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ യെല്ലോ കളറിൽ ഇതേപോലെ സെൻറ്റർ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചില്ലേ. ഇതേപോലെ വേണമെങ്കിൽ നമുക്ക് ഈ സ്റ്റിച്ചിലും ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാം കേട്ടോ. അതിനായിട്ട് ഒരു കോൺട്രാസ്റ്റ് കളർ ത്രെഡ് നമുക്ക് എടുക്കാം. ഞാനിവിടെ മെറൂൺ കളർ ത്രെഡാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 12 ലെയർ ആണ് എടുത്തിരിക്കുന്നത്. അത് 6 ലെയർ എടുത്ത് നീഡിലിൽ കോർത്ത് അതിനെ ഡബിളായിട്ട് കെട്ടിട്ട് കൊടുക്കുക ചെയ്ത്. അപ്പോൾ 12 ലെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം.
ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത പോലെ തന്നെ ആ സെൻറ്ററിൽ മാത്രം നീഡിൽ മുകളിലേക്ക് എടുക്കുക. അതിനുശേഷം ഓപ്പോസിറ്റ് സൈഡിൽ ആ സെൻറ്റർ മാത്രം കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ടൈ ചെയ്ത് കൊടുക്കാം. സെൻറ്റർ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും കോൺട്രാസ്റ്റ് കളർ ത്രെഡ് തന്നെ യൂസ് ചെയ്യണം കേട്ടോ. ഇതേപോലെ നന്നായിട്ട് എടുത്ത് കാണിക്കുന്ന ത്രെഡുകൾ യൂസ് ചെയ്യണം. ഇനി ഇവിടെ ബോർഡറും കൂടി ഔട്ട്ലൈൻ കൊടുക്കാം. ബോർഡറിന് ഞാൻ സെൻറ്റർ ഹൈലൈറ്റ് ചെയ്ത അതേ കളർ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. സൈഡ്സിൽ ഹോള് വലുതാണെങ്കിലോ അല്ലെങ്കിൽ സ്റ്റിച്ച് കയറി ഇറങ്ങിയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഔട്ട്ലൈൻ കൊടുത്തു കഴിയുമ്പോഴേക്ക് ക്ലിയർ ആകും. ഇവിടെയും ഓരോ ബട്ടർഫ്ലൈയുടെ ഇടയിൽ ഡയമണ്ട് ഷേപ്പ് വരുന്നുണ്ട്. ലൈറ്റ് കളർ ആയതുകൊണ്ടാണ് അതിവിടെ എടുത്ത് കാണാത്തത്. ഇനി സെൻറ്ററിലെ ആ ഡയമണ്ട് ഷേപ്പിൽ ഓരോ ബീഡ്സ് കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സിമ്പിൾ ബോർഡർ ഡിസൈൻ മതി എന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഔട്ട്ലൈൻ കൊടുത്ത് ഫിനിഷ് ചെയ്യാം. അതല്ല കുറച്ചുകൂടി ഗ്രാൻഡ് ലുക്ക് വേണം എന്നുണ്ടെങ്കിൽ ബീഡ്സിൻ്റെ ഔട്ട്ലൈൻ കൂടി നമുക്ക് കൊടുക്കാം. ഞാനിവിടെ ബീഡ്സിൻ്റെ ഔട്ട്ലൈൻ കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. നെക്കിന് ബോർഡറായിട്ടോ അല്ലെങ്കിൽ സ്ലീവ്സിന് ബോർഡറായിട്ടൊക്കെയാണ് ബട്ടർഫ്ലൈ സ്റ്റിച്ച് യൂസ് ചെയ്യുന്നതെങ്കിൽ ബീഡ്സും കൂടി ആഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ ഭംഗി. ഈ ഒരു കോൺട്രാസ്റ്റ് കളറും ബീഡ്സും കൂടിയൊക്കെ ആഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തപ്പോൾ നല്ല ഭംഗിയില്ലേ കാണാൻ. ഇതിപ്പോൾ സിംഗിൾ കളറല്ലേ നമ്മൾ സ്റ്റിച്ച് ചെയ്തത്. ഇനി ഡബിൾ കളറിൽ ഈ മെത്തേഡ് എങ്ങനെ ചെയ്യാമെന്നും കൂടി കാണിച്ചു തരാം കേട്ടോ. ഡബിൾ കളറിൽ സ്റ്റിച്ച് ചെയ്യുന്നതിനും പാരലലായിട്ട് 2 ലൈൻസ് വരച്ചു കൊടുക്കണം. ഇവിടെ ഞാൻ 1 സെൻറ്റിമീറ്റർ തന്നെയാണ് കേട്ടോ ഗ്യാപ്പ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 സെൻറ്റിമീറ്ററിൽ കൂടുതലോ അതല്ലെങ്കിൽ ഹാഫ് ഇഞ്ചിൽ കൂടുതലോ ഒക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. മുകളിൽ നമ്മൾ ചെയ്തപ്പോൾ ലൈനിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നില്ലായിരുന്നു. പക്ഷേ ഇവിടെ ഡബിൾ കളറല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഡബിൾ കളർ എല്ലാം തുല്യമായിട്ട് തന്നെ വരണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. ഞാൻ ഒരു 1/2 സെൻറ്റിമീറ്റർ വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് 1/2 സെൻറ്റിമീറ്റർ ഒരു കളറ്, 1/2 സെൻറ്റിമീറ്റർ അടുത്ത കളറ്, അങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 1/2 സെൻറ്റിമീറ്റർ വെച്ച് മാർക്ക് ചെയ്യുന്നത്. മുകളിലത്തെ ലൈനിലും താഴത്തെ ലൈനിലും ഒരേപോലെ തന്നെ മാർക്ക് ചെയ്യണം. മുകളിലത്തെ ലൈനിൽ മാർക്ക് ചെയ്തതിൻ്റെ നേരെ താഴെയായിട്ട് തന്നെ താഴത്തെ ലൈനിലും മാർക്ക് ചെയ്യണം. ഇവിടെയും നിങ്ങൾ 1/2 സെൻറ്റിമീറ്റർ തന്നെ എടുക്കണം എന്നില്ല. നിങ്ങൾക്ക് എത്ര വീതിയിലാണോ ബട്ടർഫ്ലൈ വേണ്ടുന്നത് അത്രയും വീതിയിൽ എടുക്കാം കേട്ടോ. പിന്നെ ഇവിടെ ഞാൻ ആ പാരലൽ ലൈൻസിന് ചെയിൻ സ്റ്റിച്ചിൻ്റെ ഔട്ട്ലൈൻ കൊടുക്കാതെ സ്റ്റിച്ച് ചെയ്ത് കാണിക്കാം. ഇപ്പോൾ എല്ലാ മാർക്കിങ്ങും കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഞാനിവിടെ പിങ്ക് സ്കൈ ബ്ലൂ ആണ് കേട്ടോ ത്രെഡ് എടുത്തിരിക്കുന്നത്. രണ്ടും ഡബിൾ ലെയറിലാണ് യൂസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് സ്റ്റിച്ച് നമുക്ക് ആ ഒരു ലൈനിൽ കൊടുക്കാം. എന്നിട്ട് ലോക്ക് സ്റ്റിച്ച് പുറത്ത് കൊടുക്കാം. ലൈനിലേക്ക് നീഡിൽ കുത്തി ത്രെഡ് എടുക്കുക. ഇനി ലൈനിന് പുറത്തായിട്ട് തൊട്ടടുത്തായിട്ട് ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക. ഇനി നേരെ മുകളിൽ ലൈനിൽ ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക. പുറത്തായിട്ട് ലോക്ക് സ്റ്റിച്ച്. വീണ്ടും താഴേക്ക് വരിക. ലൈനിൽ ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക. പുറത്തായിട്ട് ലോക്ക് സ്റ്റിച്ച്. വീണ്ടും നേരെ മുകളിലേക്ക് പോവുക. ആ ഒരു ലൈനിൽ ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക. തൊട്ട് പുറത്തായിട്ട് ലോക്ക് സ്റ്റിച്ച്. ഇതേപോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ലൈനിൽ സ്റ്റിച്ച് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റക്കുറച്ചിലൊന്നും ഇല്ലാതെ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ഇനി ഫസ്റ്റ് നമ്മൾ ആ ഒരു മാർക്ക് ചെയ്തിരിക്കുന്നില്ലേ 1/2 സെൻറ്റിമീറ്ററിൽ, ആ മാർക്കിങ് വരെ നമുക്ക് ഈ ഒരു കളർ യൂസ് ചെയ്യാം. ഇപ്പോൾ താഴെ മുകളിലും നമ്മൾ 1/2 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്ത പോയിൻ്റ് വരെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇവിടെ എൻഡ് നോട്ട് കൊടുത്ത് ഫിനിഷ് ചെയ്യാം. ഇനി താഴേക്ക് കിടക്കുന്ന ത്രെഡ് കുറച്ച് അകലെയായിട്ട് ഇതുപോലെ ചെയിൻ സ്റ്റിച്ച് കൊടുത്ത് മാറ്റി സ്റ്റിച്ച് ചെയ്യാം. നെക്സ്റ്റ് 1/2 സെൻറ്റിമീറ്റർ നമുക്ക് അടുത്ത കളർ യൂസ് ചെയ്യാം. പിങ്ക് കളർ സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ നമുക്ക് ലൈനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നീഡിൽ കുത്തി ത്രെഡ് എടുക്കുക. അതിനുശേഷം പുറത്തായിട്ട് ഒരു ലോക്ക് സ്റ്റിച്ചും കൊടുക്കുക. ഇനി നേരെ മുകളിലേക്ക് പോയി ലൈനിൽ ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക. പുറത്ത് ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക. നേരെ താഴേക്ക് വരിക. ലൈനിൽ ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക. തൊട്ടടുത്തായിട്ട് ലോക്ക് സ്റ്റിച്ച്. ഇതേപോലെ അടുത്ത പോയിൻ്റ് വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്യണം. പിന്നെ മുകളിൽ നമ്മൾ ശ്രദ്ധിച്ച കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെയും ശ്രദ്ധിക്കണം. നൂല് ടൈറ്റായിട്ട് പിടിക്കരുത്. നൂല് കുറച്ച് ലൂസായിട്ട് തന്നെ പിടിക്കുക. എന്ന് വെച്ചാൽ ഒരുപാട് ലൂസായിട്ട് സ്റ്റിച്ച് ചെയ്യുകയും ചെയ്യില്ല. ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ ആ ത്രെഡ് ഇങ്ങനെ മുകളിലേക്ക് എടുത്ത് നിൽക്കും. കറക്റ്റായിട്ട് നമ്മൾ ആ ഒരു ബട്ടർഫ്ലൈ ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്ക് വരത്തില്ല. അപ്പം നൂല് മുകളിലേക്ക് ഇരിക്കാതിരിക്കണമെങ്കിൽ ഒരുപാട് ലൂസായിട്ട് പിടിക്കുകയും ചെയ്യൽ, എങ്കിൽ ഒരുപാട് ടൈറ്റായിട്ട് പിടിക്കുകയും ചെയ്യില്ല. ഒരുപാട് ടൈറ്റ് ആയാൽ തുണി ചുരുങ്ങിപ്പോവും. ഇപ്പോൾ ആ പോയിൻ്റ് വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ കളറും എൻഡ് നോട്ട് കൊടുത്ത് ഫിനിഷ് ചെയ്യാം. ബ്ലൂ ത്രെഡിനെ കുറച്ച് അകലെയായിട്ട് നമുക്ക് ചെയിൻ സ്റ്റിച്ച് കൊടുക്കാം. അതിനുശേഷം ആ പിങ്ക് കളർ ത്രെഡ് ചെയിൻ സ്റ്റിച്ച് കൊടുത്തത് അഴിച്ച് ഈ ബ്ലൂ കളറിന് ശേഷം വീണ്ടും അടുത്ത 1/2 സെൻറ്റിമീറ്റർ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം.
ബ്ലൂ കളർ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് സ്റ്റിച്ച് ചെയ്തില്ലേ, അതേപോലെ തന്നെ ഈ പിങ്ക് കളർ കണ്ടിന്യൂ ചെയ്ത് സ്റ്റിച്ച് ചെയ്താൽ മതി. നമ്മൾ എൻഡ് നോട്ട് കൊടുത്ത സ്ഥലത്ത് തന്നെ ആ ഒരു ത്രെഡ് വിട്ട് കഴിഞ്ഞാൽ അടുത്ത കളർ നമ്മൾ യൂസ് ചെയ്യുമ്പം എപ്പോഴും കയ്യിൽ കുരുങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ കുറച്ച് അകലെയായിട്ട് നമ്മൾ ഇതുപോലെ ചെയിൻ സ്റ്റിച്ച് കൊടുത്ത് മാറ്റി വെക്കുന്നത്. ഡബിൾ കളർ മാത്രം യൂസ് ചെയ്യണം എന്നില്ല, നിങ്ങൾക്ക് എത്ര കളർ വേണേലും ഇതിൽ ആഡ് ചെയ്യാം. ചെക്ക് സാരിക്ക് ബോർഡറായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ബ്ലൗസിന് ബോർഡറായിട്ടോ ഒക്കെയാണ് ഡിസൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ചെക്ക് ഡിസൈൻ്റെ പട്ടുപാവാടയുടെ ബ്ലൗസിനാണ് ഡിസൈൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ചെക്കിൽ വരുന്ന കളേഴ്സ് എല്ലാം ഈ ഒരു ബോർഡർ ഡിസൈനിൽ യൂസ് ചെയ്യാം. അതല്ല സെയിം കളർ ത്രെഡ് തന്നെ യൂസ് ചെയ്യുകയാണെങ്കിൽ കോൺട്രാസ്റ്റ് കളറിൻ്റെ ബീഡ്സ് വേണേലും യൂസ് ചെയ്യാം. നമ്മളിപ്പോൾ ഗോൾഡൻ കളർ ബീഡ്സ് അല്ലേ മുകളിൽ യൂസ് ചെയ്ത് കാണിച്ച്, അതിന് പകരം കോൺട്രാസ്റ്റ് കളർ ബീഡ്സ് വേണേലും യൂസ് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു ലൈൻ ഫുള്ള് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി മുകളിൽ ചെയ്ത പോലെ തന്നെ നമുക്ക് ബട്ടർഫ്ലൈ ഷേപ്പ് സ്റ്റിച്ച് ചെയ്യണം. ഇവിടെ ഓരോ കളറായിട്ടാണ് നമുക്ക് ടൈ ചെയ്യേണ്ടത് കേട്ടോ. അപ്പം ഞാൻ ആ ടൈ ചെയ്യുന്നതിൽ ബീഡ്സും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നീഡിലിൻ്റെ ഹുക്ക് കൊണ്ട് ഇതേപോലെ ത്രെഡിനെ അകത്തേക്കൊന്ന് പിടിച്ചിട്ട് ചെയിൻ എടുക്കുക. അതിനുശേഷം ഓപ്പോസിറ്റ് സൈഡിലും ഇതേപോലെ ഉള്ളിലേക്ക് തള്ളിക്കൊണ്ട് ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക. അപ്പം അടുത്ത ഉള്ളിലേക്കുള്ള ചെയിൻ സ്റ്റിച്ച് കൊടുക്കുന്നതിന് മുന്നേ ഇതുപോലെ ബീഡ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഓപ്പോസിറ്റ് സൈഡിൽ ചെയിൻ സ്റ്റിച്ച് കൊടുക്കണം. ഇനി ഒരു ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക. അതിനുശേഷം വീണ്ടും ആ ഒരു ബ്ലൂ കളർ ത്രെഡിനെ ഉള്ളിലേക്ക് തള്ളിക്കൊണ്ട് ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക. നമ്മൾ മുകളിൽ ചെയ്തില്ലേ, സെയിം അതേപോലെ തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ആ ടൈ ചെയ്യുന്ന ചെയിൻ സ്റ്റിച്ചിൽ ഒരു ബീഡ്സ് കൂടി ആഡ് ചെയ്യുന്നേ ഉള്ളൂ. ഇവിടെ സെൻറ്ററിലെ ആ ഒരു സ്റ്റിച്ച് ചെയ്യുമ്പോൾ കളറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ ശ്രദ്ധിച്ചോണം. അതായത് ഡബിൾ കളർ ചെയ്യുമ്പോൾ പിങ്ക് കളർ ടൈ ചെയ്യുന്നതിൻ്റെ ഇടയിലേക്ക് അടുത്ത കളർ കയറി വരല്. പിങ്ക് കളർ മാത്രമായിരിക്കണം ടൈ ചെയ്യേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം കേട്ടോ. ഇപ്പോൾ സെൻറ്റർ ഫുള്ള് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ഔട്ട്ലൈൻ കൊടുക്കാം. ഔട്ട്ലൈൻ ഞാൻ സെറി ത്രെഡിൻ്റെ ഔട്ട്ലൈനാണ് കേട്ടോ കൊടുക്കുന്നത്. അത് ഡബിൾ ലെയറാണ് കൊടുക്കുന്നത്. ഇത് സിമ്പിളായിട്ട് ഞാൻ ഡബിൾ കളർ ചെയ്ത് കാണിച്ചതാണ്. നിങ്ങൾക്കൊരു ഗ്രാൻഡ് ലുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബ്ലൗസിലോ അല്ലെങ്കിൽ നെക്കിലൊക്കെ ചെയ്യുമ്പോൾ ബീഡ്സ് തന്നെ യൂസ് ചെയ്യണം. അപ്പോൾ ഇതാണ് ബട്ടർഫ്ലൈ സ്റ്റിച്ച് സെക്കൻഡ് മെത്തേഡ്. ഫസ്റ്റ് മെത്തേഡിലും സെക്കൻഡ് മെത്തേഡിലും ബട്ടർഫ്ലൈയുടെ ഷേപ്പിൽ ഡിഫറൻസ് വരുന്നുണ്ട് കേട്ടോ. അതുപോലെ സെൻറ്ററിലെ ഡയമണ്ട് ഷേപ്പ്, ഫസ്റ്റ് മെത്തേഡിൽ ഡയമണ്ട് ഷേപ്പ് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. സെക്കൻഡ് മെത്തേഡിൽ അത്രയും ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റത്തില്ല. നിങ്ങൾ ബോർഡറായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഏത് ടൈപ്പ് ബട്ടർഫ്ലൈ ആണോ വേണ്ടുന്നത് അതിനനുസരിച്ച് ഏത് മെത്തേഡ് വേണേലും യൂസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സും എല്ലാവർക്കും മനസ്സിലായല്ലോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്